ഹായ് കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് നാളായി വോയിസ് ഓവർ വന്നിട്ട് എന്തോ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. എങ്കിലും നമ്മൾ ഈ അസൂയ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഡോക്ടർമാർ എത്രയും വേഗം ഒരു മരുന്ന് കണ്ടുപിടിക്കണം എന്നെൻ്റെ ഞാൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെയല്ലേ പറയുന്നത്? ആജ്ഞാപിക്കുകയാണ്. അപ്പോൾ അത് വേണം. കാരണം ഈ ചില കുരു പൊട്ടുക എന്ന് പറയുന്നത് കേട്ടല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ചിലവിൽ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ പച്ച പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില കുരു പൊട്ടുന്ന അസൂയാലുക്കൾക്ക് ഇങ്ങനെ അവർ ABCD പോയിട്ട് അറിവിൻ്റെ ഒരു കുന്തം അവർക്ക് അറിയത്തില്ലെന്നുള്ളതാണ്. പിന്നെ അവരുടെ മക്കളെ ആരെങ്കിലും മുഖേന സഹായിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും വിഫലം, ഒരു ശാശ്വതം ആവാൻ പോകുന്നില്ല. കാരണം നിനക്ക് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ അല്ലേ? അതുപോലെ വെറും വിവരം കെട്ട രീതിയിലാണ് അവർ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തികളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി, നല്ല പച്ച പിടിച്ച് പോകുന്ന മനുഷ്യരെ കാണുമ്പോഴത്തേക്കും അവരെ കൂട്ടിലടച്ചണക്ക് അങ്ങനെ ആക്കിപ്പിക്കുന്നു. നിങ്ങൾ നശിച്ചു പോകണമെന്ന് ചെയ്യുന്നു, നിങ്ങളെ എന്തുവാ ഇവരെയൊക്കെ വന്നതോടുകൂടിയാണ് നമുക്ക് ഈ കൂടോത്രം അതൊക്കെ എന്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യർ ചെയ്യുന്ന പാപത്തിൻ്റെ പാപാസക്തിയാണത്. അപ്പം മറ്റുള്ളവരെ ക്രൂശിച്ചിട്ട് നീ അങ്ങനെ ഉയരണ്ടടി എന്ന് ക്രൂശിച്ചിട്ട് മറ്റുള്ളവരുടെ മേലെ അത് പറഞ്ഞിത് ചെയ്യുക. പിന്നെ അവർ സ്വന്തമായിട്ട് അങ്ങനെ അടിച്ചമർത്തി, മക്കളെ നിങ്ങൾ എത്ര അടിച്ചമർത്തി പോയാൽ നോക്കിയാലും സത്യത്തിൻ്റെ കൂടെ ദൈവം നിൽക്കുകയുള്ളൂ. നിങ്ങൾ ഈ കാണിക്കുന്നത് കുറച്ചുകൂടെ കൂടുതലായിട്ട് തന്നെ അടിപൊളിയായിട്ട് കാണിച്ചോളൂ. ഇപ്പം ഞാൻ അതാ പറയുന്നത്. കാരണം നിങ്ങളുടെ മക്കൾക്കുള്ള അധംപതനമാണ് നിങ്ങൾ ഈ വരുത്തി, നിങ്ങളുടെ കുഴിയിലേക്കുള്ള കുഴിയാണ് തോണ്ടി വെക്കുന്നത്. അത് എൻ്റെ കൺമുന്നിൽ തന്നെ ദൈവം കാണിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കാര്യമില്ലേ? ഇനിയും എൻ്റെ കൺമുന്നിൽ തന്നെയാണ് എനിക്ക് ഓരോന്ന് കാണാനുണ്ട്. അതുകൊണ്ട് നിയമവശക്കാർ ഇത്ര അധംപതിച്ചു പോകരുത്. ചില നിയമവശക്കാർ ഇവരുടെ കൂടെ നിന്ന് ആരുടെയോ പണം എറിഞ്ഞിട്ടാണെങ്കിലോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിലോ കളിക്കുന്നുണ്ട്. ഈ നാട് നന്നാവാതെ കിടക്കുന്നത് ഈ ചതിക്കും വഞ്ചനയ്ക്കും കൊലപാതകവും ഒക്കെ കൂടി വരുന്നത് ഈ പോലീസുമാർ ഇതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവർ ഈ കൈക്കൂലി നമ്മൾ മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നത് കറക്റ്റാണോന്ന് അറിയത്തില്ല, കൈക്കൂലി എന്നല്ലേ പറയുന്നത്. ഈ കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? നിങ്ങൾ ഇവരുടെയൊക്കെ കൂടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ശാപത്തിൻ്റെ പകുതിയൊക്കെ നിങ്ങളും അനുഭവിക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞാനിതങ്ങ് പറയണം, ഇന്നിവിടെ ഇത് പറയണമെന്ന് എനിക്കങ്ങ് തോന്നി. ഇതിനകത്ത് കളിക്കുന്ന ആരുണ്ട്? നമ്മളിപ്പോൾ ഇവരെയൊക്കെ പ്രതി പോകാൻ നിന്നാലും ഇവരെയൊക്കെ പ്രതി പോകുന്നതല്ല, അത് ഞങ്ങളുടേതായിട്ടുള്ള ലൈഫ് ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നതിന് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് പ്രയാസകരമാണെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടെത്തലുകൾ ഒരുപാടായിരുന്നു, പ്രയാസകരമാണെന്ന്. അതുകൊണ്ട് പെട്ടുപോയെന്ന് ഞാൻ പറയത്തില്ല. എന്നെ ഒരിക്കലും ദൈവം തളർത്തത്തില്ല, അതെനിക്ക് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രിപ്പയറിങ് ആണ്. പക്ഷേ എൻ്റെ കണ്ണുനീര് ഇവിടെ വീണതാണല്ലോ. ആരെയൊക്കെ പ്രതിയാണ് കണ്ണുനീര് വീണമെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ശക്തിയോടെ ഇപ്പോൾ പോരാടുന്നെങ്കിൽ, എനിക്ക് വേണ്ടി പോരാടുന്നു, കള്ളത്തരമായിട്ട് പോരാടുന്നു, അല്ലെങ്കിൽ മാനസിക പീഡനം നടത്തി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടുത്ത വർഷത്തിന് മുമ്പേ നിങ്ങളുടെ മക്കൾ അനുഭവിക്കാനുണ്ട്. ഈ കാണിക്കുന്ന അവളുമാരുടെയും മക്കൾ ഇതുപോലെ ആരുടെയെങ്കിലും ടോർച്ചറിങ്ങിൽ കഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? നിങ്ങളുടെ മക്കൾ അനുഭവിക്കാനുണ്ട് ഇനി. അതുകൊണ്ട് കൺഗ്രാജുലേഷൻസ് ഞാൻ തരികയാണ്. അത് തീർച്ചയായിട്ടും നടപ്പുള്ള കാര്യം. അല്ലെങ്കിൽ എൻ്റെ പേര് നമുക്ക് പട്ടിക്കിടാം. താങ്ക് യു.